ഏവർക്കും നമസ്കാരം. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 തിങ്കളാഴ്ചയാണ്. US മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഡൗ ജോൺസും S&P 500ഉം നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത്. S&P 500 പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. എന്നാൽ സൂപ്പർ പോസിറ്റിവിറ്റി ഉള്ളത് യൂറോപ്യൻ മാർക്കറ്റുകൾ തന്നെയാണ്. വെള്ളിയാഴ്ചയും 3 മാർക്കറ്റുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരാഴ്ച തന്നെയാണ്. ഇലക്ഷൻ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല CPI PPI ഇൻഫ്ലേഷൻ ഡാറ്റകൾ US നിന്നും പുറത്തുവരും. കൂടാതെ ഇന്ന് ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തുവരും. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. 55 മുതൽ 60 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകൾക്കും അതുപോലെ നമ്മുടെ ലൈവിനുമായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ വാർത്ത ഓയിൽ കമ്പനികളെ കുറിച്ചുള്ളതാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ധന റീറ്റെയിലർമാരായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL തുടങ്ങിയ കമ്പനികൾ 2024 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 81,000 രൂപയുടെ ലാഭം നേടി. സമീപകാലത്തുണ്ടായ എണ്ണ പ്രതിസന്ധി ഈ പറഞ്ഞ കമ്പനികൾക്ക് വളരെ ഗുണകരമായി എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞ കമ്പനികൾക്ക് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയായിരുന്നു ഇത്. മറ്റൊരു വാർത്തയുള്ളത് 2024 മാർച്ചിൽ ഏകദേശം 449 വൻകിട പ്രൊജക്ടുകൾ തീർക്കുന്നതിനായി ബഡ്ജറ്റിനേക്കാൾ 5.01 ട്രില്യൺ രൂപ അധികമായി ആവശ്യമുള്ളതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം MOSPI ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നു. ഈ പദ്ധതികളുടെ യഥാർത്ഥ ചെലവ് 26,87,535.69 കോടി രൂപയായിരുന്നു. എന്നാൽ പൂർത്തീകരണത്തിന്റെ പ്രതീക്ഷിത ചെലവ് 31,88,859.02 കോടി രൂപയായിരുന്നു. അതായത് മൊത്തത്തിലുള്ള ചെലവ് യഥാർത്ഥ ചെലവിന്റെ 18.65% കൂടുതലാണ്. ഏതായാലും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയായിരുന്നു ഇത്. അടുത്തതായി വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് ഹവറിന് ശേഷം പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ മോട്ടോഴ്സ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് തന്നെയായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും വന്നത്. നെറ്റ് പ്രോഫിറ്റായി പുറത്തു വന്നത് 17,407 കോടി രൂപയാണ്. അതായത് 222% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13.3% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1,19,986 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഐഷർ മോട്ടോഴ്സിന്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 983.3 കോടി രൂപയാണ്. അതായത് 32% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 9.4% വർധനവ്. 4,192 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. നല്ല റിസൾട്ട് തന്നെയാണ് ഐഷർ മോട്ടോഴ്സും കാഴ്ചവെച്ചത്. ഇനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റ് 3,311 കോടി രൂപയാണ്. അതായത് 19% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 14.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 9,437 കോടി രൂപയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായി രേഖപ്പെടുത്തിയത്. അടുത്തത് ആന്ധ്ര പേപ്പേഴ്സ് ആണ്. വാൽമെറ്റ് AB സ്വീഡനിലെ കമ്പനിയുമായി ആന്ധ്ര പേപ്പേഴ്സ് 125 കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അടുത്തത് JSW സ്റ്റീലാണ്. ഏപ്രിൽ മാസത്തെ കൺസോളിഡേറ്റഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ 0.4% വർധനവുണ്ടായതായി കമ്പനി അറിയിച്ചു. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ വർധനവുണ്ടായത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, കാനറ ബാങ്ക്, GMR ഇൻഫ്ര, ഹിൻഡ് കോപ്പർ, ഐഡിയ, PNB, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ലൈവ് ആരംഭിക്കുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. മാർക്കറ്റിലേക്ക് ധാരാളം ടെൻഷനുകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നമ്മുടെ ലൈവ് കാണാൻ ശ്രമിക്കുക. എന്താണ് മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. ഇനി ലൈവ് കാണാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 3:30 വരെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഇവൻസുകളുള്ള ആഴ്ച തന്നെയാണ്. പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് വരാം. ആദ്യം തിങ്കളാഴ്ച മെയ് 13 ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തു വരും. ചൊവ്വാഴ്ച മെയ് 14 ഇന്ത്യ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. അന്നേ ദിവസം തന്നെ ഇന്ത്യ WPI മാനുഫാക്ചറിംഗ് ഇയർ ഓൺ ഇയർ ഡാറ്റ വരുന്നുണ്ട്. ബുധനാഴ്ച മെയ് 15 US ഇൻഫ്ലേഷൻ റേറ്റ്, യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, ഇന്ത്യ മണി സപ്ലൈ ഡാറ്റ എന്നിവ വരുന്നുണ്ട്. വ്യാഴാഴ്ച മെയ് 16 US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്,
US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, US മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ എന്നീ ഡാറ്റകളാണ് വരുന്നത്. വെള്ളിയാഴ്ച ചൈനയിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയുണ്ട്. യൂറോപ്പിൽ നിന്നും യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റും പുറത്തു വരും. ഇനി ഈ ആഴ്ച പുറത്തു വരാൻ പോകുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. തിങ്കളാഴ്ച മെയ് 13 റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ DLF, ഇനോക്സ് ഇന്ത്യ, ജിൻഡാൽ സ്റ്റീൽ, UPL, സൊമാറ്റോ എന്നീ കമ്പനികളുടേതാണ്. ചൊവ്വാഴ്ച മെയ് 14 അപ്പോളോ ടയേഴ്സിൻ്റെ റിസൾട്ട്, ഭാരതി എയർടെലിൻ്റെ റിസൾട്ട്, കോൾഗേറ്റ് പാമോലീവിൻ്റെ റിസൾട്ട്, ഐഡിയ ഫോർജ്, ഒബ്രോയ് റിയാലിറ്റി എന്നിവയുടെ റിസൾട്ടുകളാണ്. ബുധനാഴ്ച മെയ് 15 CMS ഇൻഫോ, ജ്യോതി ലാബ്, കിസാൻ, RVNL എന്നിവയുടെ റിസൾട്ട് ഉണ്ട്. മെയ് 16 ബയോകോൺ, M&M എന്നിവയുടെ റിസൾട്ട്. വെള്ളിയാഴ്ച മെയ് 17 ഗോദ്രേജ്, JSW സ്റ്റീൽ, മേദാന്ത എന്നിവയുടെ റിസൾട്ടാണ്. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ്. കാരണം ധാരാളം ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ US ഫെഡ് പ്രസിഡന്റ് ജെറോം പവലിൻ്റെ സ്പീച്ചുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ഒരുപാട് ഇവൻസ് ഉള്ള ഒരാഴ്ച തന്നെയാണ്. അടുത്തത് നിഫ്റ്റിയിലേക്ക്. തുടർച്ചയായ 5 ദിവസത്തെ നെഗറ്റിവിറ്റിക്ക് ശേഷം നിഫ്റ്റി ചെറിയ പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്തു. 2024 ഇലക്ഷൻ്റെ ഭാഗമായുള്ള അൺസർട്ടൈനിറ്റികളാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അത് കാരണം തന്നെ വൊളറ്റൈലായ സെഷനാണ് നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ മെറ്റൽസ്, ഓട്ടോ, ഫാർമ തുടങ്ങിയ സെക്ടറുകളാണ് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തത്. നിഫ്റ്റിയുടെ ഷാർപ്പ് ഡിക്ലൈനിൽ ഒരു പോസ് വന്നിരിക്കുന്നു എന്ന് കാണാം. ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി കഴിഞ്ഞ ഡിസംബർ 13 ജനുവരി 24 ഏപ്രിൽ 19 മെയ് 9 ഒരു സപ്പോർട്ട് എടുത്ത സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 3 തവണയും നിഫ്റ്റി അവിടെ നിന്നും സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ച് വലിയ റാലിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അവിടെ നിന്നും സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി മുകളിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയ അപ്പർ ലോവർ ഷാഡോയോട് കൂടിയ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. പക്ഷേ ഇതൊരു റിവേഴ്സലിൻ്റെ ക്ലിയർ ഇൻഡിക്കേഷൻ ആണെന്നൊന്നും പറയാൻ കഴിയില്ല. വീക്ക്ലി ക്യാൻഡിലേക്ക് വന്നാൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിൽ 21,900 മുതൽ 21,850 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്സൈഡിൽ 22,300 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാനുള്ള സാധ്യതയാണുള്ളത്. 50 ഡേ EMA ഉള്ളത് 22,220 ആ ഒരു ലെവൽ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,050 168% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കുറച്ച് താരതമ്യേന കുറവാണ് കോൾ സൈഡിലുള്ളത്. 145% വർധനമാണ് കാണപ്പെടുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,000 സ്ട്രൈക്കിൽ 49% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 43% വർധനവ് കോൾ സൈഡിലുമുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. അടുത്തത് 22,100 സ്ട്രൈക്കിൽ 40% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലും അതുപോലെ തന്നെ 40% വർധനവ് തന്നെയാണ്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും കാണുന്നത്. താരതമ്യേന വളരെ ചെറിയ ഒരു മുൻതൂക്കമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. പുട്ട് സെല്ലേഴ്സ് ചെറിയ ഒരു രീതിയിൽ സ്ട്രോങ് ആണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,421 66 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസവും ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. വീക്ക്ലി ക്യാൻഡിലിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിൽ 47,777 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഈ ലെവലിന് ശേഷം അപ്സൈഡിൽ 48,000 ശ്രദ്ധിക്കേണ്ടതാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 47,000 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 45,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. അടുത്തത് ഇന്ത്യ വിക്സിലേക്ക് 18.47 1.50% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 12ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 16 മന്ത് ഹൈയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത് എന്നും ഓർക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. മാർക്കറ്റൊക്കെ വലിയ രീതിയിൽ ഡൗൺ ആവുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ധാരാളം സ്റ്റോക്കുകൾ വലിയ രീതിയിൽ തന്നെ റെഡിലേക്കൊക്കെ പോയെന്ന് വരാം. ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളാണെങ്കിൽ അത് തിരിച്ചു കയറി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്വിംഗ് സ്റ്റോക്കിലേക്ക് പോകാം. മാർച്ച് 21 959 ടാറ്റ മോട്ടോഴ്സിൽ എൻട്രി എടുത്ത് 1046 വരെ അപ്പായി. ടാർഗറ്റിന് തൊട്ടരികെ വരെ എത്തി നല്ല പ്രോഫിറ്റാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ ലഭിച്ചത്. മറ്റ് സ്വിംഗ് സ്റ്റോക്കുകൾ മാർക്കറ്റ് ഇടിഞ്ഞതിനെ തുടർന്ന് റെഡിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഉറപ്പായിട്ടും അത് തിരിച്ച് കയറുക തന്നെ ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 2117 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2709 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വലിയ രീതിയിൽ തന്നെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് DIs തന്നെയായിരുന്നു വെള്ളിയാഴ്ച. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ S&P 500 0.16% നേട്ടത്തിലും, ഡൗ ജോൺസ് 0.32% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.03% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഫാക്ട്സെറ്റ് ഡാറ്റ പ്രകാരം S&P 500 92% കമ്പനികളും വെള്ളിയാഴ്ച വരെ റിസൾട്ടുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. 80% കമ്പനികളും എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഇൻഫ്ലേഷൻ വർദ്ധിക്കുമ്പോഴും റിസൾട്ടുകൾ വാൾസ്ട്രീറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തതായി ഫെഡ് പ്രസിഡന്റുമാരുടെ ചില സ്പീച്ചുകളിലേക്കാണ്. വെള്ളിയാഴ്ച സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെന്ന സമീപകാല സൂചനകൾ അറ്റ്ലാന്റ ഫെഡ് പ്രസിഡന്റ് റാഫേൽ ബോസ്റ്റിക് അംഗീകരിച്ചു. എന്നാൽ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സമയം അനിശ്ചിതത്വത്തിൽ തുടരുന്നു എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. മറ്റൊരു സ്പീച്ച് വന്നത് സെൻട്രൽ ബാങ്കിന്റെ 2% ലക്ഷ്യത്തിലേക്ക് പണപ്പെരുപ്പം കുറയ്ക്കാൻ പണനയം പര്യാപ്തമാണോ എന്ന് വ്യക്തമല്ലെന്ന് ഡാലസ് ഫെഡ് പ്രസിഡന്റ് ലോറിക് ലോഗൻ പറഞ്ഞു. ഏതായാലും ഇൻഫ്ലേഷൻ കുറഞ്ഞോ എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് ഇനി വരുന്ന ബുധനാഴ്ചത്തെ ഡാറ്റ തന്നെയാണ്. CPI അതുപോലെ വ്യാഴാഴ്ച വരുന്ന PPI ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.62% ഇടിഞ്ഞു. വിപ്രോ 1.21% ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇനി ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.17% നേട്ടത്തിലും, HDFC ബാങ്ക് 0.33% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.45% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പ് 0.54% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചേഴ്സ് ചെറിയ നെഗറ്റിവിറ്റിയിലാണ്. ഡൗ ജോൺസ് 0.03% ഇടിവിലും, S&P 500 0.04% ഇടിവിലും, നാസ്ഡാക്ക് 0.06% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ 3 യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.63% ഉയർന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.38% ഉയർന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.46% ഉയർന്നു. സ്റ്റോക്ക് 600 0.08% ഉയർന്നുമാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. മൈനിങ് സ്റ്റോക്കുകൾ 1.3% നേട്ടവും, യൂട്ടിലിറ്റീസ് 1.5% നേട്ടവും ഉണ്ടാക്കി. എല്ലാ ഇൻഡെക്സുകളും ഫ്രഷ് റെക്കോർഡ് ഹൈ കൂടി ടച്ച് ചെയ്തിരിക്കുന്നു. അതും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. UK സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിൽ നിന്ന് ഉയർന്നതായി വെള്ളിയാഴ്ച പുറത്തുവിട്ട ആദ്യപാദ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന ഡാറ്റ കാണിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങളിൽ GDP 0.6% ഉയർന്നു. എസ്റ്റിമേറ്റുകൾ 0.4% ആയിരുന്നു. ഏതായാലും GDP ഡാറ്റ വലിയ പോസിറ്റിവിറ്റിയാണ് UK എക്കോണമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. CAC 0.01% ഇടിവിലും, FTSE 0.03% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ചൈനയുടെ ഉപഭോക്തൃ വില സൂചിക വർഷം തോറും 0.3% ഉയർന്നു. 0.2% ഉയർച്ചയായിരുന്നു റോയിറ്റേഴ്സ് പോൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ചെറിയ ഇടിവിൽ തന്നെയാണ്. കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ന് വളരെ നിർണായകമായ ദിവസം തന്നെയാണ്. ഇന്ത്യയുടെ പണപ്പെരുപ്പ കണക്കുകൾ തിങ്കളാഴ്ച വൈകുന്നേരമാണ് പുറത്തുവിടുന്നത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം മാർച്ചിൽ 4.85% നിന്ന് ഏപ്രിലിൽ 4.8% കുറയുമെന്നാണ് റോയിറ്റേഴ്സ് പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,085 എന്ന നിലയിലാണ്. ഒരു 44 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു 55 മുതൽ 60 പോയിന്റ്സ് ഗ്യാപ് ഡൗണിലാണ്. മറ്റു മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.63% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.05% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.79% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ US സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും വരാനിരിക്കുന്ന CPI PPI ഡാറ്റയ്ക്ക് മുന്നോടിയായി ഓയിൽ പ്രൈസുകൾ $1 വെള്ളിയാഴ്ച ഇടുകയുണ്ടായി.
ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $82.47 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.37% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77.97 പെർ ബാരൽ എന്ന നിലയിൽ 0.37% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.